ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ഞാൻ കൊടുത്തുവിട്ട കുറച്ച് സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഒരു ഐറ്റം പുതിയത് കൂടിയുണ്ട്. അപ്പോൾ ഇത് അധികൾക്കും ഡൗട്ടാണ് കേട്ടോ, ഈ ഒരു സാധനം എങ്ങനെ പാക്ക് ചെയ്യുന്നത്. ഇതുപോലെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കാസർഗോഡുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയുണ്ട്. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് എല്ലാ പണികളും ഉണ്ട് കേട്ടോ. ഇത് ചിക്കനും ഉണ്ട്, ബീഫുണ്ട്, എല്ലാം റെഡിയാക്കണം. പിന്നെ നമ്മൾ അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെള്ളത്തിലിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഐസെല്ലാം പോയി നമ്മൾ മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം റെഡി ആയിട്ടുണ്ട്, അതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഇങ്ങനെ പാത്രത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താലുണ്ടല്ലോ, ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് പൊടിഞ്ഞു കിട്ടും. നമ്മൾ മിക്സിയിലെല്ലാം ഇട്ട് പൊടിക്കുന്ന സമയത്ത് ഓവറായിട്ട് പൊടിഞ്ഞ് അത് പൗഡർ പോലെ ആവും. പിന്നെ ആ ഒരു ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ആ ഒരു എണ്ണയിൽ നല്ലോണം ഒന്നുകൂടെ ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ഈ ഒരു പണിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിതാ പപ്പായയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പപ്പായ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു സീഡ് പോലും ഇല്ല. എന്തായാലും നല്ലത് തന്നെ, നമുക്കത് കുരുവെല്ലാം ഉണ്ടാക്കി ഉണ്ടെങ്കിലല്ലേ അത് ക്ലീൻ ആക്കാൻ നല്ല പണിയല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതാ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ഞങ്ങൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങും. കാരണം നമ്മൾ നോമ്പെല്ലാം വരുന്നതല്ലേ, നോമ്പിന് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ സ്ട്രോബെറി ജ്യൂസ് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടം. അപ്പോൾ നോമ്പിനെ നമുക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ജ്യൂസ് ആക്കാനെല്ലാം ഈസിയല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീനാക്കിയ ശേഷം നമ്മളിതെടുക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു ബബിൾ ഉണ്ടല്ലോ, നമ്മൾ പൊട്ടിക്കുന്ന സാധനം അതുണ്ടായ പിന്നെ അതിനോട് കുറച്ച് സമയം കളിച്ചിട്ട് നമ്മൾ സ്ട്രോബെറി വൃത്തിയാക്കിയ ശേഷം ഒരു കവറിലിട്ട് നല്ല ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒരു വർഷമൊക്കെ നിൽക്കും കേട്ടോ സ്ട്രോബെറി. അപ്പോൾ നമ്മളെ കട്ട്ലറ്റിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സവാളയെല്ലാം കട്ട് ചെയ്ത് തൊലിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മക്കളാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് തരുന്നത്. ഇടയ്ക്ക് കുട്ടികളെ ഞാനിങ്ങനെ വിളിക്കും എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. സവാള റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ പൊടിയാക്കി എടുത്തതും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡിയായി. ഇനി അടുത്ത പണികളിൽ തുടങ്ങാം. അപ്പോൾ ഇനി ഈ ഒരു മസാലയും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ചിക്കൻ്റെ മസാലയും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ളത് പഫാണ് കേട്ടോ. പഫിന് മുട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, കാണാത്തവരുണ്ട് കണ്ടു നോക്കിയോ. നല്ല ഈസി ആയിട്ടുള്ള ഒരു പഫാണ്. നമ്മൾ ഒരുപാട് കുഴച്ച് പരത്തി അങ്ങനെയൊന്നും ആക്കേണ്ട അതില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ആ ഒരു പഫല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം കുഴച്ച് മാവ് നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തി ഷേപ്പാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല ഇട്ട് ഫില്ല് ചെയ്ത് മുട്ടയൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കണ്ടു നോക്കിക്കോട്ടെ കേട്ടോ. നല്ല ഒരു മസാലയാണ് ഇതിൽ കൊടുക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് പിന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് കുറച്ച് ഞാൻ ഇതിലോട്ട് വെച്ചിട്ട് അതിലോട്ട് മുട്ടയൊന്ന് പീസാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ഇതിൽ ലിങ്ക് ഇടാം കേട്ടോ, കാണാത്തവരുണ്ട് കണ്ടുമൊക്കെ. അത് 2 പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റാണ് കേട്ടോ. സ്നാക്ക് ഉണ്ടാക്കുന്ന ഇടയിൽ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ഒരു റൈസ്. അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മന്തിയും അല്ല ബിരിയാണിയും അല്ലാത്ത ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിയും കലത്തപ്പവും ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുട്ട പഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ എണ്ണ നല്ലോണം ചൂടാവാൻ പാടില്ല കേട്ടോ, ചെറിയൊരു ചൂടിലാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറും നോക്കണം, പിന്നെ ചട്ടിപ്പത്തിരി നോക്കണം, കലത്തപ്പം നോക്കണം, എല്ലാം കൂടി നോക്കണം. അപ്പോൾ ഇത് ചെറിയൊരു സ്റ്റൗവിൽ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ പേടിയാണ്. ഒന്നിങ്ങനെ മാറിപ്പോയാൽ നമ്മൾ സൈഡൊന്ന് തട്ടിപ്പോയാൽ എല്ലാം താഴെ പോവും. അപ്പോൾ നല്ല ബാലൻസിലാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത്.
അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ചോറും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്നാക്കെല്ലാം ഓരോന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ കട്ട്ലറ്റ് ലാസ്റ്റായിട്ട് കട്ട്ലറ്റും റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം റെഡിയായി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിലിട്ടിട്ടാണ് കേട്ടോ ഞാനെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഇറാനി പോളയും 2 ചട്ടിപ്പത്തിരി ആയിട്ടാണ് കൊടുത്തത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ തന്നെ സ്നാക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് കാസർഗോഡ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പിന്നെ സ്നാക്കായിട്ടും യൂസ് ആക്കലുണ്ട്. അപ്പോൾ ഇതിനായിട്ട് പച്ചരിയാണ് നമ്മൾക്ക് ആവശ്യം. 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരിയാണ്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾക്ക് തേങ്ങയും ചോറും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിയും 1 കപ്പ് തേങ്ങ 1 കപ്പ് ചോറ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾക്ക് ഇതിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറച്ചൊന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ അധികം ഉണ്ടാക്കുന്നത് കാസർഗോഡ് ഭാഗത്ത് പുതിയാപ്പിളമാർക്കാണ് കേട്ടോ. അവർക്കുള്ള ഒരു സൽക്കാരം പോലെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട തന്നെ 1 കപ്പിലോട്ട് ധാരാളമാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു കട്ടി നല്ല കറക്റ്റ് പാകമായിട്ട് വരും. ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ലൂസായി പോകും. ഇനി ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലഫി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലൂസായി തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ അരിപ്പൊടി ഇടാം കേട്ടോ, ഓവറായിട്ട് ഇടണ്ട. അപ്പോൾ അത് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അരിപ്പൊടി അല്ലെങ്കിൽ കുറച്ചൊന്ന് മൈദയോ അങ്ങനെ എന്തൊക്കെ ചേർത്താൽ മതി. ഇനി ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇത് സംഭവം ഉണ്ടല്ലോ, നല്ല പ്രാക്ടീസ് ആക്കിയെങ്കിലേ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പായിട്ട് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്നതല്ലാണ്ട് എനിക്കിതിൻ്റെ ഓർഡറൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ഒരു കമൻറ്റ് വന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇനി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇത് ചെയ്യാനാണ് നല്ല പ്രാക്ടീസ് വേണ്ടത്. അപ്പോൾ മാവ് നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഒലിക്കുമ്പോൾ അതിങ്ങനെ ഉറ്റിക്കൊണ്ടുണ്ടാവും. അത് ശരിക്കുള്ള ഒരു ഷേപ്പ് വരില്ല. അപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കുന്ന സമയത്തില്ലേ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടാവണം. ആ ഒരു എണ്ണയിലിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങി വരും. ചൂട് കുറഞ്ഞാൽ നമ്മൾക്കിത് അത്ര പൊങ്ങിയതായിട്ട് കാണില്ല. അപ്പോൾ ചൂട് നല്ലോണം ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി, ഇറച്ചിക്കറി അതിൻ്റെയൊക്കെ കൂടെ. പിന്നെ നമ്മളിത് ഓരോന്ന് ഇടുന്ന സമയത്ത് നല്ലോണം കൈകൊണ്ട് അടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഓരോന്ന് ചെയ്തെടുത്തെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാം. ഇതുപോലെ നല്ല പഫായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള പുളിവാളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക. നല്ല സ്മൂത്ത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറി, ഇറച്ചിക്കറീൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാനിത് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയ, ബീഫ് പള്ളിക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ കാസർഗോഡ് ഭാഗത്തെല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ബീഫ് പള്ളിക്കറി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹനാസ് കിച്ചൻ ബീഫ് പള്ളിക്കറി എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.